ജീര റൈസ് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊന്നി റൈസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യണം. അരി നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കിയിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിക്കാൻ പോവാണ് ഞാൻ. ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലിനും പകരം ഓയിൽ കൂട്ടാതെ 2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലുമാണ് ഒഴിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നെയ്യ് മാത്രം 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ഒഴിക്കുക, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ചേർക്കാം. ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് വാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. സ്പൂൺ തന്നെ ഓയിലും ചേർക്കണം. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക, ഒരു കറുവാപ്പട്ട, അതുപോലെ തന്നെ ഒരു ബേ ലീഫ് ഇത്രയും ചേർക്കാം. ഇതൊന്ന് ചൂടാവണം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ജീരകം കരിഞ്ഞു പോവും. ജീരകത്തിന്റെ മണം ഒന്ന് വരും. ആ ഒരു നല്ലൊരു മണം വരുമ്പോൾ, കരിയാത്തത് കേട്ടോ, ഒരു നല്ലൊരു മണം വരുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഈ കറുവാപ്പട്ടയും ഇത് ഏലക്കയൊക്കെ കുട്ടികൾക്കൊക്കെ കടിക്കുമ്പോൾ ഇഷ്ടാവില്ല. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ചിലപ്പോൾ അതൊന്നും കടിക്കുമ്പോൾ ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ സമയത്ത് മാറ്റി കൊടുക്കും. കാരണം ഈ എണ്ണയിലോട്ട് അതിന്റെ ആ ഒരു സ്വാദൊക്കെ ഇപ്പൊ തന്നെ വന്നു കാണും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് ഇവിടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ജീരകത്തിനൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ അരി ഇതിലോട്ട് ചേർക്കാം. അപ്പൊ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർക്കാനേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ് ഈ ജീര റൈസ് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് കറിയൊക്കെ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ്. നമ്മുടെ വീട്ടിൽ അച്ചാറും പപ്പടവും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതും വേണ്ട, അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് പിന്നെ അതുപോലെ തന്നെ പനിയൊക്കെ ഇരിക്കുമ്പോൾ ശരീരത്തിന് ഒരു ക്ഷീണമൊക്കെ തോന്നുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ അധികം ദഹിക്കാത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഇതും എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ തോരനൊക്കെ കൊടുത്തു വിട്ടാലും അതും നല്ലതാണ് കുട്ടികൾക്ക്. ലഞ്ച് ബോക്സിൽ കേട്ടോ. അപ്പൊ അതിനൊക്കെ വളരെ നല്ലതാണ് ഈ ജീര റൈസ്. ജീരകത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഈ ജീര റൈസ് നമ്മളാ കുട്ടികൾ ഇതറിയാതെ തന്നെ അത് കഴിക്കുകയും ചെയ്യും, വളരെ ഇഷ്ടമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ പരിപ്പ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്കിവിടെ എൻ്റെ റൂമിന്റെ അടുത്തുള്ള ആന്റിയാണ് പറഞ്ഞു തന്നത്. അപ്പം കൂടുതലും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ജീര റൈസ് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഉപയോഗിക്കുന്നത് ആ സമയത്ത് ജീര റൈസ് ആയിരിക്കും. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് റൈസ് ഇട്ടപ്പോൾ തൊട്ട്. ഇനി ഞാൻ ഈ കപ്പിലായിരുന്നു അരി എടുത്തിരുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. രണ്ടാമത്തെ ഗ്ലാസും ഒഴിച്ചു. ഇത്രയും മതി. നമുക്കിതൊന്ന് ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ചു, ഹൈ ഫ്ലെയിമിലും ആക്കിയിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കുക അതുപോലെ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട്
ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടി വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടാണ് തിളപ്പിച്ചത്. ഇനി മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടി ഇട്ടിട്ട് വേവിക്കാൻ പോവാണ്. 5 മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇത് നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് ഏകദേശം കുറച്ചും കൂടി സമയം വേണം. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചും കൂടി നേരം വേവിക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം ഓരോ അരി അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് സമയം ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ചില അരികൾ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ, ഓരോരോ കമ്പനിയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേവിക്കുക. ഇപ്പോൾ ഞാൻ ഈ അരിയുടെ ഒരു വേവാണ് പറയണേ കേട്ടോ. അപ്പോൾ ഒരു ആദ്യം മീഡിയം ഫ്ലെയിമിൽ ആദ്യം തിളപ്പിച്ചു, അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 5 മിനിറ്റ് വേവിച്ചു. അതിനുശേഷം ഒന്ന് നോക്കുക നമ്മൾ, വെള്ളം കുറവുണ്ടോ അതോ നന്നായിട്ട് വറ്റിയോ. ചിലവരുടെയൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും ആ വെള്ളം. അപ്പോൾ ആ സമയത്ത് ഇനിയും വേവണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മാത്രം കേട്ടോ, ഒരു 1/4 കപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ വേവ് എത്രത്തോളം വേവ് വേണമെന്നനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ചിലവരുടെ ആ സമയം ഇത്തിരി വ്യത്യാസം വരും, പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് കിട്ടും. അപ്പോൾ പ്രഷർ കുക്കറിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടില്ല. അത് ചിലപ്പോൾ വേവ് കൂടി പോകും, ചിലപ്പോൾ വേവ് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എടുത്തു നോക്കാം. കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂൺ ഇട്ടിട്ടൊന്ന് നോക്കാം. അപ്പോൾ അറിയാം വെള്ളമുണ്ടോന്ന്. കണ്ട, ഒട്ടും വെള്ളമില്ല, ഒട്ടി പിടിക്കണമൊന്നുമില്ല. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഓഫാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത അവിടെയല്ല കേട്ടോ, കുറച്ച് മാറ്റിയും കൂടി വെക്കാം. അവിടെ തന്നെ വെക്കരുതേ, കുറച്ച് മാറ്റി ഒരു 5 മിനിറ്റും കൂടി വെക്കണം. അത് ഓഫ് ചെയ്തിട്ടാട്ടോ. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്ത് ഇവിടെ തന്നെ വെക്കരുത്. എവിടെയാണോ നമ്മൾ കുക്ക് ചെയ്ത് അവിടെ തന്നെ വെക്കരുത്. നമുക്കത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ ജീര റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അതുവരെ ബൈ ബൈ.